ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ബോൺലെസ് ചിക്കൻ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്കൊരു കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനത് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഈ കഴുകി വെച്ചിട്ടുള്ള അരി മൊത്തം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അരി വല്ലാതെ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് വല്ലാതെ മൊരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കുറച്ച് സവാള, അതായത് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്നും വഴന്ന് പോവണ്ട. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ബീൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് നന്നായി ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബീൻസിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതിയിട്ട്, ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം സോയ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രീതിയിലൊന്ന് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.